അപ്പോൾ CPM പാലക്കാട് ജില്ലാ സമ്മേളനം രണ്ടാം ദിവസം മുന്നോട്ട് പോകുന്നു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചർച്ചയ്ക്കുള്ള മറുപടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവും നൽകും. അതാണല്ലോ സംഘടനാപരമായ ഒരു പാർട്ടി സമ്മേളനത്തിന് നടപടിക്രമം എന്ന് പറയുന്നത്. സച്ചിൻ നമ്മളോടൊപ്പം ചേരുകയാണ് പാലക്കാട് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായിട്ട്. നമുക്ക് സച്ചിനോട് ചോദിച്ചറിയാം സമ്മേളനത്തിന്റെ ഇന്നത്തെ നടപടിക്രമങ്ങൾ. സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. സച്ചിൻ, പാർട്ടി ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണല്ലോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലം പാലക്കാട് ജില്ലയിൽ പാർട്ടിക്കുണ്ടായ നേട്ടങ്ങൾ, പാർട്ടി കൈവരിച്ച മികവുകൾ, ഒപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തന റിപ്പോർട്ട്, അതിന്മേൽ ആ റിപ്പോർട്ടിന്മേൽ അനുകൂലിച്ചും വിമർശിച്ചും സ്വയം വിമർശനം നടത്തിയൊക്കെയുള്ള പൊതുചർച്ച. ഇന്ന് ആ റിപ്പോർട്ടിന്മേൽ മറുപടി നൽകുന്ന ദിവസം കൂടിയാണല്ലോ. തീർച്ചയായും മനു, ഇന്നലെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം CPIM-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ശക്തിപ്പെടുന്നത് സ്വയം വിമർശനവും വിമർശനപരമായ ചർച്ചകളും ജനാധിപത്യമായ രീതിയിൽ നടക്കുന്നത് കൊണ്ടാണ് ഈ പാർട്ടി ശക്തമായ രീതിയിൽ സംസ്ഥാനത്തടക്കം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെയും BJP-നെ ഒക്കെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും ജനാധിപത്യപരമായ രീതിയിൽ ഇത്തരത്തിൽ ഒരു പാർട്ടി സമ്മേളനം നടത്തിക്കൊണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പ്, ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി, അതൊന്നും മറ്റു പാർട്ടികളിൽ ഒന്നുമില്ലാത്ത ഒരു കാര്യമാണ്. എന്നാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM മനു പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 3 വർഷക്കാലം പാലക്കാട് ജില്ലയിൽ CPIM നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും കോട്ടങ്ങളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് CPIM-ന്റെ ജില്ലാ സമ്മേളനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. CPIM-ന്റെ ജില്ലാ സമ്മേളനം ഇന്നലെയാണ് ആരംഭിച്ചത്. ഇന്ന് 2ാം ദിനമാണ്. 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് പാലക്കാട് ജില്ലാ സമ്മേളനം ചേരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വെച്ച സംഘടനാ റിപ്പോർട്ടിൻ്റെയും അതുപോലെ തന്നെ CPIM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു വെച്ച പ്രവർത്തന റിപ്പോർട്ടിൻ്റെയും ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് പൊതുചർച്ച ആരംഭിച്ചത്. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ പൊതുചർച്ച തുടരും. അതിനുശേഷമായിരിക്കും ഈ ചർച്ചയ്ക്കുള്ള മറുപടി ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും നൽകുക. തുടർന്ന് നാളെ ഈ പുതിയ ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിയും തിരഞ്ഞെടുക്കും. സംഘടനാപരമായി CPM-നെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യപരമായ രീതിയിൽ തന്നെയാണ് 3 വർഷക്കാലം കൂടുമ്പോൾ CPIM-ന്റെ സമ്മേളനങ്ങൾ ചേരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനാപരമായ രീതികളൊക്കെ പാലിച്ചുകൊണ്ട് ജനാധിപത്യമായ രീതിയിൽ തന്നെയാണ് പാർട്ടി സമ്മേളനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഒരു വലിയ കാർഷിക ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന ജില്ലയാണ്. അതിനാൽ തന്നെ നെൽകർഷകരെ സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ ഇന്നലെ പാർട്ടി സമ്മേളനം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പ്രമേയത്തിലൂടെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന ആവശ്യമാണ് ജില്ലാ സമ്മേളനം ഉന്നയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി, അതായത് കർഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കെല്ലാവർക്കും അറിയാം, ദേശീയ തലത്തിലടക്കം കർഷകരുടെ സമരം വലിയ രീതിയിൽ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയിൽ വലിയൊരു പങ്കും കർഷകരോടാണ്. അതിനാൽ തന്നെ കർഷക ദ്രോഹ നിലപാടുകൾക്കെതിരെ ശക്തമായ സമരവും അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന കാര്യവും ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ വൈകിട്ട് 5 മണിയോടുകൂടെ പൊതുസമ്മേളനം ആരംഭിക്കും. CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. അതുപോലെ തന്നെ പൊതുസമ്മേളനത്തിന് മുന്നോടിയായിക്കൊണ്ട് 15,000-ത്തിലധികം വരുന്ന റെഡ് വോളണ്ടിയർമാരുടെ മാർച്ചും നടക്കും മനു.